ശ്രീ സണ്ണീം കപ്പിക്കാട് ഇന്നലെ സച്ചിദാനന്ദൻ സ്വാമി പറയുകയും ഒപ്പം മുഖ്യമന്ത്രി അത് പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്ത ഒന്നാണ് ക്ഷേത്രങ്ങളിലെ ഈ അനാചാരമെന്ന് സച്ചിദാനന്ദ സ്വാമി വിശേഷിപ്പിച്ച കാര്യം. പുരുഷ ഭക്തന്മാർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മേൽവസ്ത്രം അഴിക്കണം എന്നുള്ളത് പണ്ട് ബ്രാഹ്മണ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ബ്രാഹ്മണർ അവരുടെ പൂണൂല് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനാചാരമായിരുന്നു. അത് ഇന്നത്തെ മൂഢര് തുടരുകയാണ് എന്നാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. ശ്രീ സണ്ണിയം കപ്പിക്കാടിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? അല്ല, ഇക്കാര്യത്തിൽ ഒരു ആധുനിക സമൂഹത്തിൻ്റെ ബോധ്യങ്ങൾ മനുഷ്യർക്കുണ്ടാവണമെന്നാണ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ വസ്ത്രം ഊരണം, പുരുഷന്മാർ വസ്ത്രം ഊരണം എന്ന് പറയുന്ന കാലോചിതമായൊരു പരിഷ്കരണം ഉണ്ടാവണമെന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ യഥാർത്ഥത്തിൽ പറഞ്ഞതിൻ്റെ നേരെയുള്ള ഒരർത്ഥം. അങ്ങനെ അനേകം ആചാരങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് സമൂഹം നിലനിൽക്കുന്നത്. ആചാരങ്ങൾ മാത്രമല്ല, വിശ്വാസങ്ങൾ, ധാരണകൾ, മനുഷ്യ സങ്കല്പങ്ങളൊക്കെ പരിഷ്കരിച്ചുകൊണ്ടാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ നമ്മുടെ ആചാരങ്ങളുടെ ചരിത്രമെടുത്താൽ ആദ്യ കാലഘട്ടത്തിൽ പവിത്രമെന്ന് കരുതിയ പല ആചാരങ്ങൾ ഇപ്പോൾ കാണാനേ ഇല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. കേരളത്തിൽ ഒരു 100 വർഷം മുമ്പ് 1924 കേരളമല്ല ഇപ്പോഴുള്ളത്. അത് പരിപൂർണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് സ്ത്രീകൾ വസ്ത്രമൂരണമെന്നാണ് ഇവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പുരുഷന്മാർ വസ്ത്രമൂരണമെന്നാണ് അവർ നിർബന്ധിക്കുന്നത്. ഇങ്ങനെ ഓരോ സമയത്തും യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തടഞ്ഞു നിർത്തുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ, മതവിശ്വാസത്തിൻ്റെ പേരിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന ശക്തികളാണ് സച്ചിദാനന്ദ സ്വാമികളുടെ അഭിപ്രായത്തിനും അതിനെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെയും തള്ളിപ്പറയുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതൊരു കാര്യം, ഗുരുവിനെ സനാതനധർമ്മത്തോട് കൂട്ടിച്ചേർത്ത് ഹിന്ദുമതത്തിലെ വലിയൊരു ആചാര്യനാണെന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ള ഒരു അഭിപ്രായമാണ്. അത് സുബുദ്ധിയോടെ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് വെല്ലുവിളി. വെറുതെ അതും ഇതും പറഞ്ഞാൽ പോരാ. ഗുരു നിഷിദ്ധമായിട്ടുള്ള, ഗുരു ജനിച്ചു വളർന്ന സമുദായത്തിന് ഈ ഹിന്ദു ആചാരം നിഷേധിച്ചിരുന്ന പ്രതിഷ്ഠ സ്വയം നടത്തിയ ഒരാളാണ് ഗുരു. ഗുരു നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഗുരു അതുകൊണ്ട് ഹിന്ദുവാണെന്നൊക്കെ പറയുന്ന കാര്യമല്ലത്. ഗുരുവിന് നിഷേധിക്കപ്പെട്ട പ്രതിഷ്ഠ എന്ന കർമ്മം ചെയ്ത ഒരാളാണ് ഗുരു. അന്ന് വന്ന് സംഘം ചേർന്ന് വന്ന് നിങ്ങൾക്കാരാണ് പ്രതിഷ്ഠ നടത്താൻ അധികാരം നൽകിയത് എന്ന് ചോദ്യം ചോദിച്ചവരുടെ പിന്മുറക്കാരാണ് പുരുഷന്മാർ ഷർട്ട് ഊരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടും. ഇവരെത്ര ശ്രമിച്ചാലും ഈ ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടും. കാരണം സമൂഹം മുന്നോട്ടാണ് പോകുന്നത്, മനുഷ്യവംശം മുന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ആചാരങ്ങൾ പരിഷ്കരിച്ചേ പറ്റൂ. അപ്പോൾ അത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുലിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സനാതനധർമ്മം വർണ്ണാശ്രമധർമ്മവുമായി എന്തിന് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിച്ചതാണോ, അതല്ല മുഖ്യമന്ത്രി പറഞ്ഞതിന് വിമർശനം ഉന്നയിക്കാൻ വേണ്ടി അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണോ? സനാതനധർമ്മവും വർണ്ണാശ്രമധർമ്മവും തമ്മിൽ എന്തു ബന്ധം എന്താണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്? അത് പറയാനായിട്ട് പ്രതിപക്ഷ നേതാവിന് അവകാശമുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ തെളിവായിട്ട് എടുക്കാൻ പറ്റൂ. അതായത് വർണ്ണാശ്രമധർമ്മവും സനാതനധർമ്മവും രക്തബന്ധമുള്ള കാര്യമാണെന്നും അത് ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനമാണെന്നും അതിൽ നിന്നും പിറവികൊണ്ടതാണ് ജാതി വിലക്കുകളും ജാതി വ്യവസ്ഥയുമെന്നും ഇന്ത്യ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൊണ്ട് പറയുന്നതാവാം, അതെന്തുമാവട്ടെ. ഏതായാലും പ്രതിപക്ഷ നേതാവ് സനാതനധർമ്മം നമ്മുടെ സംസ്കാരമാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തിനോടുള്ള ഒരു വിധേയത്വത്തെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. Debate with Dr. Arun Kumar.